അപ്പോഴേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാട് പിരാരി പഞ്ചായത്തിലാണ് കേട്ടോ. പിരാരി പഞ്ചായത്തിൽ നമ്മുടെ കൊടുന്തിരപ്പള്ളി ഭാഗത്ത് എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ഏകദേശം 4.25 സെൻറ്റ് സ്ഥലവും 1250 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം, ഹാള്, കിച്ചൺ, വർക്ക് ഏരിയ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇതിനകത്ത് നല്ല 4 സൈഡും കോമ്പൗണ്ട് വാൾ വരുന്നുണ്ട്. ശരിക്കും ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ കൊടുന്തിരപ്പള്ളി കൈക്കോട്ടുകാവ് അമ്പലം ഉണ്ടല്ലോ, ഈ ആ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു 400 മീറ്റർ മാത്രം വ്യത്യാസത്തിൽ നല്ല റോഡ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രോപ്പർട്ടി ഉണ്ടോ. ഒരു പുതിയൊരു വീടാണ്, പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 58 ലക്ഷം രൂപയാണ് വിലയായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഏകദേശം ഇവിടുന്ന് നമ്മുടെ പാലക്കാട് ടൗണിലേക്ക് ഒരു 5 കിലോമീറ്റർ, അതുപോലെ തന്നെ നമ്മുടെ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിലേക്ക് ഒരു 2 കിലോമീറ്റർ, അങ്ങനെ നിയർ ബൈ ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അതിനകത്ത് ഇടാം. നിങ്ങൾ പ്രോപ്പർട്ടി മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യാം. നല്ല രീതിയിലുള്ള 5 മീറ്ററിൻ്റെ വൈഡ് റോഡ് വരുന്നുണ്ട്. ഇത് മൊത്തത്തിൽ നമുക്ക് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല റോഡ് ആക്സസ് ആക്കി തരുന്നതാണ്. അപ്പോൾ അതിനോട് ചേർന്ന് നമുക്ക് പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ട് ഈ കാണുന്ന 1250 സ്ക്വയർ ഫീറ്റിലുള്ള ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്കൊന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത്. ഇതിനകത്ത് കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്. നമുക്കൊരു ഗേറ്റ് വെക്കാനുണ്ട്, അതുപോലെ തന്നെ ചുറ്റിന് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇത് നമുക്ക് നല്ലൊരു കാർ പോർച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ. ഏകദേശം 90% വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ 4 സൈഡിലും നമുക്ക് കോമ്പൗണ്ട് വാളോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ബോർവെൽ വാട്ടർ കണക്ഷനും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് അവൈലബിൾ ആണ്. കണ്ടോ, ഇത്രയും സ്പേസ് നമുക്ക് ഈ ഒരു സൈഡ് വരുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ടും വീട് മുഴുവനായിട്ടും ഇഷ്ടിക കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പേസ് നമുക്കൊരു പാർക്കിങ്ങും കാർ പോർച്ച് കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ. നേരെ ഫ്രണ്ടിലൊക്കെ റൂഫ് കാര്യങ്ങളൊക്കെ വരും. പിന്നെ അത് കഴിഞ്ഞ് നേരെ വരുന്ന സമയത്ത് കുറച്ച് അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ട് കഴിയുന്ന സമയത്ത് നമുക്ക് നേരെ ഒരു ലിവിങ് ഹാളിലേക്കാണ് എൻട്രൻസ് വരുന്നത് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ലൊരു സ്പേസ് കാര്യങ്ങൾ ലിവിങ് ഹാളിൽ കൊടുത്തിട്ടുണ്ട്. 1250 സ്ക്വയർ ഫീറ്റ് കേട്ടോ. വർക്ക് ഏകദേശം പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഫിനിഷ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ബെഡ്റൂം സ്പേസ് വരുന്നുണ്ട് കണ്ടോ. അത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ടൈലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കണ്ടോ. ഈ ഭാഗത്ത് നമുക്കൊരു വാഷ് ബേസിനും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ക്ലോസറ്റും സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. അതെല്ലാം ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഓണർ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ അതിന് മുമ്പ് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് ഓണറുടെ അടുത്ത് സംസാരിക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ഡൈനിങ് സ്പേസ് ആണ് ഈ കാണുന്നത്. ഈ ഡൈനിങ്ങിൽ നിന്ന് തന്നെയാണ് നമുക്കൊരു അപ്സ്റ്റെയർ മേലിലേക്ക് പോകുന്നത്. ഇതിന് താഴെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ കണ്ടോ. ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ്. ഒരു 10-12 അടി നീളത്തിലും അതുപോലെ തന്നെ ഒരു 10 അടി വീതിയിലുള്ള നല്ലൊരു മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ. ഇതും നമുക്ക് അതുപോലെ തന്നെ എന്തുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ്. അതിനകത്ത് എല്ലാ പോയിൻറ്റും നമുക്ക് ഹീറ്ററും എല്ലാ പോയിൻറ്റും കൂടെ വന്നിരിക്കുന്നതാണ് കേട്ടോ. വാഷ് ബേസിനും അതുപോലെ തന്നെ ക്ലോസറ്റും മാത്രമേ പെൻഡിങ് വർക്കുള്ളൂ, ബാക്കിയെല്ലാം ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ബാക്ക് സൈഡ് അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് നേരെ പോവുകയാണെങ്കിൽ സ്റ്റെയറിന് താഴത്തായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. വാഷ് ബേസിനും മിററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ലൊരു സ്പേസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതൊരു സ്റ്റോർ റൂം സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഇൻവേർട്ടറിൻ്റെ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ സമയത്ത് നമ്മൾ നേരെ പോകുമ്പോൾ ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ സ്പേസ് വരുന്നത് കേട്ടോ. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക്, ചെറിയൊരു ഫാമിലിക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അത്യാവശ്യം നമുക്ക് നല്ല ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു മേലെ സ്ലാബിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ കബോർഡ് വർക്കുകൾ മാത്രമേ ചെയ്യാനായിട്ടുള്ളൂ, ബാക്കി എല്ലാ വർക്കും ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഓണർ തരുന്നത്. അതുപോലെ തന്നെ പുറകോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു വുഡിൻ്റെ ഒരു കട്ടില കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ സേഫ്റ്റിക്കായിട്ട് ഒരു സ്റ്റീലിൻ്റെ SS-ൻ്റെ ഒരു ഡോറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ബോർവെല്ലാണ് കാണുന്നത്, ബോർവെൽ കണക്ഷനാണ്. ഇതൊക്കെ നമുക്ക് ഫുള്ള് ചെയ്ത് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുൾ സെറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഓണർ കൊടുക്കുന്നത് കേട്ടോ. കണ്ടോ, നമുക്കിനി വീടിനെ മുകളിലേക്കൊന്ന് കയറി കാണിച്ചു തരാം. ഇത് 1250 സ്ക്വയർ ഫീറ്റാണ്. അപ്സ്റ്റെയർ കയറുകയാണെങ്കിൽ നേരെ ഫ്രണ്ടിലായിട്ട് നല്ലൊരു വിൻഡോ കാര്യങ്ങൾ കൊടുത്തിട്ട് കേട്ടോ. ഇത് ഫിക്സഡ് അല്ല, നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കേട്ടോ. സാധാരണ എല്ലാവരുടെയും ഫിക്സഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ സമയത്ത് സ്റ്റെയർ കയറിയാൽ നേരെ റൈറ്റ് സൈഡിലോട്ട് നമുക്കൊരു ബെഡ്റൂം സ്പേസ് ആണ്. 3 ബെഡ്റൂം ഉണ്ട് കേട്ടോ മൊത്തത്തിൽ. സ്ഥലം മനസ്സിലായാലും നമ്മുടെ കൊടുന്തിരപ്പള്ളിയിലാണ് കേട്ടോ. പിരാരി പഞ്ചായത്തിൽ കൊടുന്തിരപ്പള്ളിയിലാണ്. പാലക്കാട് ടൗണിനടുത്തായിട്ടുള്ള പഞ്ചായത്താണ് കേട്ടോ.
ഇതിനകത്ത് അതുപോലെ തന്നെ ഒരു ക്ലോസറ്റ് സെറ്റ് ചെയ്യാനുണ്ട്. രണ്ട് സൈഡും കോർണറായിട്ടാണ് നമുക്ക് വിൻഡോസ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഉണ്ടോ, അത്യാവശ്യം നല്ല ഏരിയ ആണ്, സ്റ്റാൻഡേർഡ് ഏരിയ ആണ് കേട്ടത്. ഇവിടെ നിന്ന് നേരെ നമുക്ക് ഒരു എക്സിറ്റ് പുറത്തേക്കുള്ളൊരു ഓപ്പൺ ടെറസ് കാണിച്ചു തരാം. കണ്ടോ, ഇത്രയും സ്പേസ് നമുക്കൊരു ഓപ്പൺ സ്പേസ് ആണ്. അപ്സ്റ്റെയർ മുകളിലേക്ക് ടാങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടേക്ക് വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ അതുപോലെ തന്നെ നല്ല ഗ്രില്ലുകൾ കൊണ്ടൊക്കെ നല്ല വർക്ക് ചെയ്തിരിക്കുന്നതാണ്. കണ്ടോ, നേരെ ഫ്രണ്ടിൽ റോഡാണ് കേട്ടോ. ഈ റോഡ് ഇങ്ങനെ പോയി നേരെ പോകുന്നത്, ഈ മരം കാണുന്നുണ്ടോ, ഇത് ടാർ റോഡാണ്. ഈ ടാർ റോഡിൽ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ മെയിൻ ഹൈവേ റോട്ടിക്കാണ്ട്. ഏകദേശം 400 മീറ്ററേ ഉള്ളൂ റോട്ടിൽ നിന്ന്, മെയിൻ റോട്ടിൽ നിന്ന്. ഒരുപാട് നല്ല നല്ല വീടുകളുള്ള നല്ല ലൊക്കേഷൻ കേട്ടോ, നല്ല ലൊക്കേഷൻ. ഇത് ശരിക്കും ഒരു ചെറിയൊരു കുളമാണ്. അത്യാവശ്യം നല്ല വൈബൊക്കെ നമുക്ക് ആസ്വദിച്ചിരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ആരും ശല്യമൊന്നും ഇല്ലാതെ സുഖമായിട്ടിരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ഓണർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. വില ചോദിക്കുന്നത് 58 ലക്ഷം രൂപയാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണേ. ഇതാണ് ഇതിൻ്റെ നിയർ ബൈ ലൊക്കേഷൻ വരുന്നത്.